സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കത്തുന്ന വാർത്ത എന്താണെന്നറിയോ? 19 വയസ്സുള്ള ഒരു പെൺകുട്ടി 30 വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചു. ഇതാണ് വാർത്ത. നമുക്ക് അതിന്റെ ഒരു റീൽ കണ്ടിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാം. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതുമായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് വരുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. കമന്റ് ബോക്സ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് പടച്ചേക്കുക. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി 30+ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു. ഇതാണിപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്, എൻ്റെ മാത്രം വ്യൂ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് പലർക്കും ഇതിനോട് യോജിപ്പുണ്ടാവാം, പല ആൾക്കാർക്കും ഇതിനോട് യോജിപ്പുണ്ടാകാതിരിക്കാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ യോജിപ്പും യോജിപ്പില്ലായ്മയും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാദ്യം സോഷ്യൽ മീഡിയയിൽ കടന്ന് കത്തി, അത് കഴിഞ്ഞപ്പോൾ വാർത്തയായിട്ട് കത്തി, അത് കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ എടുത്തിട്ട് കത്തി. നമുക്കൊന്ന് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കേൾക്കാം. വാർത്ത കാണാം. മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം. ദേവപ്രിയയുടെ ഈ പുതിയ ഇൻസ്റ്റാഗ്രാമിന്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരിയുടെ ബ്രദർ, പുള്ളിക്കാരിയുടെ സഹോദരനാണ് ഈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ അതിനകത്തൊരു പോസ്റ്റ് ഇട്ടു, ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇവരുടെ പഠിത്തവും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനൊരു കല്യാണത്തിനോട് ഞങ്ങളാരും യോജിച്ചിട്ടില്ലായിരുന്നു, ഇത് അവളുടെ മാത്രം തീരുമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വിദ്യാഭ്യാസം ഇവള് നല്ല നിലയിലെത്തണം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും നമ്മൾ ഫാമിലിയുടെ പക്ഷത്തു നിന്നും കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടു. അതേ തുടർന്ന് ഈ പുള്ളിക്കാരി മറ്റൊരു സോഷ്യൽ മീഡിയ, അതായത് മറ്റൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് പുള്ളിക്കാരിയുടേതായ പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ പോസ്റ്റിലൊക്കെ നമുക്ക് വരാം. ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത്. ഡിസംബർ 17 മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും 19-കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ നിയമവിദ്യാർത്ഥിനിയുമായ പുള്ളിക്കാരി സൈക്കോളജിസ്റ്റ് എന്നല്ലേ പറഞ്ഞേ കേട്ടുള്ള അല്ലേ? ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ ദേവപ്രിയ, അതായത് LLB വിദ്യാർത്ഥിയായിട്ടുള്ള ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ട് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. മനോജുമായി വിവാഹിതയായത് പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു. ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒളിച്ചോടി അവരുടെ ഒരു പാട്ടിന് പോയി. ഇവര് കാലാകാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. രണ്ടുപേരും ഇന്ത്യൻ നിയമപ്രകാരം രണ്ടുപേരും കെട്ടാൻ അർഹരാണ്. സ്ത്രീക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ വിവാഹത്തെക്കുറിച്ച് എടുക്കാനും അവർക്ക് കെട്ടിപ്പോകാനും ഒക്കത്തുള്ള പെർമിഷൻ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും പ്രായത്തിന്റെ എടുത്തുചാട്ടം, പക്വതയില്ലായ്മ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ഇവരുടെ ജീവിതകാലം വരെ മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പക്ഷേ ഒരു സമയം എത്തുമ്പോഴത്തേനും അവനെ കെട്ടണം, അവനെ കെട്ടി ഞാൻ അടിപൊളി കിഡോസ്കി ആയിട്ട് ജീവിക്കണമെന്ന് തോന്നുകയും, അല്ലെങ്കിൽ അവളെ കെട്ടി അങ്ങനെ ജീവിക്കണമെന്ന് തോന്നുകയും, ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം തിരിച്ചറിയുമ്പോഴത്തേനും ഈ പുറത്തുനിന്ന് കണ്ടപ്പോൾ കുടുംബജീവിതം അടിപൊളി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എൻ്റെ ദൈവമായി നശിച്ച സാധനം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേനും ഇതെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു പ്രായത്തിന്റെ വ്യത്യാസം വരുമ്പോഴത്തേനും അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. അതങ്ങനൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു സാധനം, നിങ്ങൾക്ക് കെട്ടണമെന്ന് തോന്നി, നിങ്ങൾ സകലമാനം കുടുംബത്തിനെ ഇവരെയെല്ലാം വെറുപ്പിച്ച് നിങ്ങളുടെ സന്തോഷം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കിത് വേണ്ട, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ഒന്നും എനിക്ക് കിട്ടിയേനെ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വരും, തീർച്ചയായിട്ടും വരും. കാരണം ഇത് കാണുമ്പോഴത്തേനും ഇതിനകത്ത് ഞഴഞ്ഞു കയറി ഉപദേശിക്കാൻ കുറെ നാറുകൾ വരും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തോന്നും.
അങ്ങനെ തോന്നുമ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മുടെ കുടുംബക്കാരുടെ സന്തോഷങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരും ഈ നമ്മൾ കെട്ടുന്ന ആളുമായിട്ടുള്ള മനപ്പൊരുത്തങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇഴുകിച്ചേരേണ്ട ഒരു കാര്യങ്ങളാണ്. അതൊന്നും ഇല്ല എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. നേരിടാൻ പേരാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ടു. നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ ആരെ കെട്ടണം എന്നുള്ളത്. നമ്മൾ ഇനി ഇങ്ങനത്തെ ഇതിപ്പോൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് സംഭവിക്കുന്ന ഒരു സാധനമാണിത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ ഇതിൻ്റെ പ്രശ്നങ്ങളൂടെ മനസ്സിലാക്കുക. അപ്പോൾ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ പറയുന്നത്, പ്രേമത്തിന് കണ്ണില്ല. അപ്പോൾ എത്ര വികൃതമായതും നമുക്ക് സ്വർണ്ണത്തൂവൽ പോലെ തോന്നും. പക്ഷേ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് ഇത് സ്വർണ്ണത്തൂവലല്ല, ഇത് ഉടായ്പ പരിപാടിയാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി. വീട്ടുകാരെ അറിയിച്ചെങ്കിലും സമ്മതിച്ചിരുന്നില്ല. ഇതിനു പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾക്കിടയിലുള്ള പ്രായവ്യത്യാസത്തെപ്പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണിതെന്നും വിശദീകരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്ന സംഭവം. ഇനി ഇതിനെ ചൊല്ലി ഈ പറയുന്ന ദേവപ്രിയ പുള്ളിക്കാരിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് ഇപ്പൊ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത്, യെസ് ഐ ഗോട്ട് മാരീഡ് ഓൺ 17/12/2025. ഞാൻ കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഐ ആം ദേവപ്രിയ, 19 year old, എ ലോ സ്റ്റുഡൻറ്. അപ്പോൾ വിദ്യാഭ്യാസം ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആളാണ്. മൈ ഹസ്ബൻഡ് ഈസ് ജിഷ്ണു കെ മനോജ്, 31 year old ആൻഡ് എ സൈക്കോളജിസ്റ്റ് ആണ്. രണ്ടുപേരും ബോധവും പൊക്കണമൊക്കെ ഉള്ള ടീംസാണ്. അവർക്കറിയാം അവരുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഞങ്ങൾക്ക് വിവരമുണ്ട് എന്നാണ് ഇവരതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. വി മിറ്റ് 2 years ago ആസ് ഫ്രണ്ട്സ്. 2 വർഷം മുമ്പ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടാണ് പരിചയപ്പെട്ടത്. മൈ ഫാമിലി ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു മീ. മൈ ഫാമിലി ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു മീ. എൻ്റെ കുടുംബമാണ് അവനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ആസ് ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. ഓവർ ടൈം വി സ്പോക്ക് റെഗുലർലി ആൻഡ് റിയലൈസ് ദാറ്റ് വി ഷെയർ സിമിലർ ഇൻട്രസ്റ്റ്, വാല്യൂസ് ആൻഡ് അവര് ഒന്നിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേനും ഒരേപോലത്തെ ഞങ്ങൾ സെയിം വൈബിൾ ആളുകളാന്ന് പുള്ളിക്കാരനും മനസ്സിലായെന്നാണ് പറയുന്നത്. ബിഫോർ എൻറ്ററിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ് വി ഓപ്പൺലി ഡിസ്കസ് ദി ഏജ് ഡിഫറൻസ് ആൻഡ് പോസിബിൾ കോൺസിക്വൻസസ്. അതായത് നമ്മൾ ഈ പ്രായത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കല്യാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ച് നമ്മളൊരു കോംപ്ലിമെന്റ്സ് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹിയർ ദർ വാസ് നോ പേഴ്സണൽ ഓർ പ്ലാൻഡ് ലവ് സ്റ്റോറി. ഞങ്ങൾ അങ്ങനെ പ്രപ്പോസൽ ഓർ പ്ലാൻഡ് ലവ് സ്റ്റോറി, അങ്ങനെ പ്ലാൻഡ് ആയിട്ട് സംഭവം ഒന്നുമല്ല ഞങ്ങൾക്കിടെ സംഭവിച്ചത്. അവർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് നാച്ചുറലി. കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറെ സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ആഫ്റ്റർ ഐ ബിക്കം എ ലീഗൽ റെക്കഗ്നൈസ്ഡ് അഡൽട്ട്, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ, ഇറ്റ് ടേൺഡ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസൈഡഡ് ടു മാരി ഹിം. ഞാൻ അവനെ കെട്ടാൻ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. This decision was entirely my own. I was not influenced, pressurized or forced by anyone. കാരണം ഞാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ നിർബന്ധത്തിനാ കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസാവും. അതുകൊണ്ടാണ് പുള്ളിക്കാരി അതവിടെ എടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. As a psychologist, he clearly explained the emotion and life changes that may occur as I grow older. അതായത് അയാൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം അയാൾ പറഞ്ഞ് നമ്മളിപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെ വ്യത്യാസം വെച്ചിട്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതൊക്കെ പുള്ളിക്കാരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. വരാൻ പോകുന്ന കോൺസിക്വൻസസിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് ഇവർ ഈ തീരുമാനമെടുത്തത്. പക്ഷേ ഈ കോൺസിക്വൻസസ് നിങ്ങൾ ആലോചിച്ചത് റിയൽ ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ആകുമ്പോൾ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കാരണം നമ്മളിന്ന് പല ഇതും കണ്ടിട്ടുണ്ട്. നമ്മളിത് കിട്ടുന്നതിന് മുമ്പ് ഇന്നതെന്നാണ് പ്രശ്നം, എല്ലാം ഓക്കെ, അക്സെപ്റ്റഡ്, എല്ലാം സൂപ്പർ, ഞാനുണ്ട് കൂടെ എന്ന് പറയുകയും ഈ ഒരു ദുരിതത്തിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺസിക്വൻസസിലൂടെ കടന്നു പോകുമ്പോഴത്തേനും വേണ്ടായിരുന്നു, അന്ന് എനിക്ക് നല്ലത് വന്നേനെ എന്ന് ചിന്തിക്കുന്ന ഒരു സാധനം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എവിടാണോ എന്തോ. After understanding all this, I choose this relationship with full awareness, and allegations claiming that my husband influenced me before I become an adult are completely false and do not
ഓക്കെ, എന്നെ ആരും ഇതൊന്നും ചെയ്തിട്ടില്ല, ഏതാ സ്വാധീനിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും ആകട്ടെ, നല്ല രീതിയിൽ പോട്ടെ. ഇനി ഇതിന്റെ താഴെ ഒരു കമന്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ കമന്റ് കൂടെ ഒന്ന് കേൾക്കാം കേട്ടോ. കമന്റ് കൂടെ വായിക്കാം. കമന്റ് ഇതേ: നിന്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ. ഇത് നിന്റെ ലൈഫാണ്. സോ അത് ചൂസ് ചെയ്യേണ്ടത് നീയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ മോളെ പോലെ തന്നെ 19 വയസ്സിൽ മാരേജ് കഴിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ ആ പ്രായത്തിൽ വിചാരിച്ചതുപോലെ അല്ല ലൈഫ്. കുറേയൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. എത്ര നല്ല ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യും. അവരുമായി നമ്മൾ ജീവിച്ച ചില നിമിഷങ്ങൾ ഓർമ്മ വരും. ഒന്ന് ശരിയായിക്കോട്ടെ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും, എക്സെട്ര. സോ ഇതിനൊക്കെ നീ ഫേസ് ചെയ്യണം. ഇനിയും ഒരുപാടുണ്ട്. പറയുന്ന പോലെയോ നീ ചിന്തിക്കുന്നത് പോലെയോ അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ലൈക്ക് എൻ്റെ ഒരു അനിയത്തിയെ പോലെ. അതുകൊണ്ട് എന്തു വന്നാലും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഇറങ്ങി പോരുക. വേറെ ചിന്തകളൊന്നും തന്നെ മനസ്സിൽ വരരുത്. നീ ചെറിയ കുട്ടിയാണ്. ജീവിതം ഒരുപാട് കിടക്കുന്നേ ഉള്ളൂ. സോ നിന്റെ ലൈഫ് ജസ്റ്റ് 1 ചാപ്റ്റർ മാത്രമാണ്. അത് നിനക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ, അല്ലാതെ സൂയിസൈഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഹോപ്പ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത്, മോളെ നമ്മൾ ഈ കലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. നിങ്ങൾക്കത് ലൈഫിൽ ശരിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് 19 വയസ്സേ ഉള്ളൂ, 20 വയസ്സേ ഉള്ളൂ, ഞാൻ ഇല്ല ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോവാണ്, ഓട്ടോ ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോവാണ്, കണ്ടക്ടർ ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോവാണെന്ന് ഒരു പെൺകുട്ടിയും തീരുമാനിക്കല്. ഈ പുരുഷന്മാർ ലോട്ടറി അടിച്ചു എന്ന് ചിന്തിക്കാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ജീവിതത്തിലേക്ക് മുന്നോട്ട് കടക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഇത് എന്തൊരു പരിപാടിയായിരുന്നു ഇത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സേഫായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കല്യാണത്തിന് ആദ്യമായിട്ട് റിവ്യൂ ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സാധനം കണ്ടിരുന്നു. നമ്മുടെ വകയും കിടക്കട്ടെ റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.